This news is brought to you by സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്. പാലാവേൽ സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വാർഷികാഘോഷവും യാത്രയയപ്പ് സമ്മേളനവും സംഘടിപ്പിച്ചു. സ്കൂൾ മാനേജർ റവറൻ ഫാദർ ജോസ് മാണിക്കത്താഴെ സ്വാഗതം ആശംസിച്ചു. കോർപ്പറേറ്റ് മാനേജർ റവറൻ ഡോക്ടർ സോണി വർഗീസ് വടശ്ശേരിയിൽ അധ്യക്ഷത വഹിച്ചു. തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ഞെർലക്കാട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. ഈസ്റ്റർ ഏരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മേഴ്സി മാണി ഉപഹാര സമർപ്പണം നടത്തി. കോർപ്പറേറ്റ് മാനേജർ റവറൻ ഡോക്ടർ സോണി വർഗീസ് വടശ്ശേരിയിൽ സ്കൂൾ മാഗസിൻ പ്രകാശനം ചെയ്തു. ഡോക്ടർ മെൻലിൻ മാത്യു, മിനി തോമസ്, ഗീതമ്മ എം വി, ജോസുകുട്ടി ജോസഫ്, ആഗസ്തി എം എ എന്നിവർ മറുപടി പ്രസംഗം നടത്തി. ഈസ്റ്റ് ഏരി ഗ്രാമപഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് മാത്യു സെബാസ്റ്റ്യൻ, PTA പ്രസിഡന്റ് സോമി ജോർജ്, അസിസ്റ്റന്റ് മാനേജർ റവറൻ ഫാദർ അമൽ ചെമ്പകശ്ശേരി, MPTA പ്രസിഡന്റ് തേജസ് ഷിൻഡോ, പൂർവ്വ വിദ്യാർത്ഥി റാണി ജോർജ്, സ്റ്റാഫ് സെക്രട്ടറി സിന്ധു ജെയിംസ്, സ്റ്റാഫ് പ്രതിനിധി സിസ്റ്റർ ക്ലെറിൻ, സ്കൂൾ ചെയർമാൻ ഡോൺ ഷിബു എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. ഹെഡ് മിസ്ട്രസ് സോഫി PC നന്ദി രേഖപ്പെടുത്തി. ഈ സ്കൂളിന്റെ വാർഷിക ആഘോഷങ്ങൾ നമുക്ക് സന്തോഷം പ്രദാനം ചെയ്യുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ യാത്രയയപ്പ് നമ്മളെ സംബന്ധിച്ച് അനൽപമായ സങ്കടവും പ്രദാനം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് സമ്മിശ്ര വികാരം എന്ന് പറയാൻ കാരണം. തങ്ങളുടെ ജീവിതം മുഴുവനും വിദ്യാർത്ഥികൾക്ക് വേണ്ടി സമർപ്പിച്ച ഈ ആദരണീയരായ വ്യക്തിത്വങ്ങളെ നമ്മൾ ഇവിടുന്ന് യാത്രയാക്കുമ്പോൾ അഭിമാനത്തോടുകൂടി മാത്രമേ അവരെ കുറിച്ച് നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഒരുപക്ഷെ അധ്യാപകർക്ക് മാത്രമായിരിക്കാം ഇങ്ങനെ ഒരു ദുര്യോഗമുള്ളത്. 55-ാമത്തെ വയസ്സിൽ, അതായത് ഏറ്റവും നല്ല ചെറുപ്പ കാലഘട്ടത്തിൽ വിരമിക്കേണ്ടി വരുന്നത് ഈ ഒരു പ്രൊഫഷണലിൽ ഗവൺമെന്റ് സെക്ടറിൽ മാത്രമാണ്. ഞങ്ങൾ വൈദികർ, അതുപോലെ മെത്രാന്മാർ തുടങ്ങിയുള്ളവരുടെ എല്ലാം യൗവനം ആരംഭിക്കുന്നത് 55-ാം വയസ്സിലാണ്. മാർപ്പാപ്പമാർ, മെത്രാന്മാർ, അതുപോലെ തന്നെ ചീഫ് മിനിസ്റ്റേഴ്സ്, പ്രൈം മിനിസ്റ്റേഴ്സ്, മന്ത്രിമാർ തുടങ്ങിയുള്ള പലരും അവരുടെ ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത് ഏതാണ്ട് 70 വയസ്സോട് കൂടിയാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇവരുടെ ഈ ഒരു റിട്ടയർമെന്റ് എന്ന് പറയുന്നത് ഒരു ട്രാൻസ്ഫറായി മാത്രമേ പരിഗണിക്കേണ്ടതുള്ളൂ. നമുക്കറിയാമല്ലോ, ഒരു സ്കൂളിന്റെ പ്രവർത്തനം ഒരു വ്യക്തിയുടെ പ്രവർത്തനമല്ല, ഒരു കൂട്ടായ്മയുടെ പ്രവർത്തനമാണ്. പല ഘടകങ്ങൾ ഒരുമിച്ച് ചേരുമ്പോഴാണ് സ്കൂൾ പ്രവർത്തനം മനോഹരമായിട്ട് പോകുന്നത്. കുട്ടികൾക്കെല്ലാം ആ ഘടകങ്ങൾ ഏതെല്ലാമാണെന്ന് അറിയാമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതിൽ വളരെയധികം പ്രധാനപ്പെട്ട സ്ഥാനം വഹിക്കുന്നവരാണ് നമ്മുടെ അധ്യാപകർ. വർഷങ്ങൾക്ക് മുമ്പ് ഗവൺമെന്റ് നിയമിച്ച കൊത്താരി കമ്മീഷൻ വിദ്യാഭ്യാസത്തെ പറ്റി പറഞ്ഞു വെച്ചപ്പോൾ പറഞ്ഞത് അധ്യാപകരുടെ പക്വമായ വ്യക്തിത്വം കുട്ടികളുടെ മേൽ ചെലുത്തുന്ന സ്വാധീനമാണ് വിദ്യാഭ്യാസം പറഞ്ഞിട്ടുള്ളത്. നമ്മൾ പഠിപ്പിച്ചിട്ടുള്ള അധ്യാപകർ, സാറുമാരും ടീച്ചർമാരും നോൺ ടീച്ചർ സ്റ്റാഫും ഒക്കെ എത്രമാത്രം സ്വാധീനം നമ്മുടെ മേൽ ചെലുത്തിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം. നിങ്ങൾ അവർ സ്നേഹിക്കുന്നുണ്ട്, ആദരിക്കുന്നുണ്ട്. അവർ പറഞ്ഞ് പഠിപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. നിങ്ങളിൽ തന്നെ ഒത്തിരിയേറെ വ്യതിയാനങ്ങൾ വന്നിട്ടുണ്ടാവും. അവർ തന്നിരിക്കുന്ന പാഠങ്ങളും അവരുടെ മാതൃകയൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ എൻ്റെ ഒരു സ്വന്തം കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് പഠന സമയത്ത് വിഷമമുള്ള ഒരു വിഷയം മാത്തമാറ്റിക്സ് ആയിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ UP സ്കൂളൊക്കെ പഠിക്കുന്ന കാലത്ത്
മാത്തമാറ്റിക്സ് സാർ വരാതിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. അങ്ങനെ നല്ലൊരു സാറായിരുന്നു, വ്യക്തിപരമായി നല്ലൊരു സാർ, വർഗീസ് സാർ എന്നറിയാം. പക്ഷെ എനിക്ക് ഈ മാത്തമാറ്റിക്സിനോട് അത്ര ഇഷ്ടമില്ലായതുകൊണ്ട് ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ഹൈസ്കൂളിൽ വന്ന് ചേരുന്നത് വയനാട്ടിലെ നടവ സ്കൂളിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് മാത്തമാറ്റിക്സിനെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയില്ല. പക്ഷെ മാത്തമാറ്റിക്സ് പഠിപ്പിക്കാൻ അവിടെ വന്ന സാറ് ഞങ്ങളുടെ നാട്ടുകാരനാണ്, എൻ്റെ അപ്പൻ്റെ ഒക്കെ വലിയ സുഹൃത്തുമാണ്. സാറ് ഭയങ്കര കർക്കശക്കാരനാണ്, എൻ്റെ സാറിനെ പോലെയാണ് എനിക്ക് തോന്നുന്നത്. സാറ് സാധാരണ നിലയിൽ ബോർഡിൽ കൊണ്ടുപോയി കണക്കിടും, ഏത് കുട്ടികളെ ഓരോരുത്തരും വിളിച്ച് കണക്ക് ചെയ്യുന്ന രീതിയുണ്ട്. ഇപ്പോൾ കാണുമായിരിക്കും. ഒരു ദിവസം ബോർഡിൽ കണക്ക് എഴുതിയിട്ട് എന്നെ വിളിച്ചു, NB ഇനി വരാൻ പറഞ്ഞു. NB ഞാൻ നെല്ലക്കാട്ട് വർക്ക് ചെയ്യുമോ, നീ NB വിളിച്ചത്. ഞാൻ ചെന്ന് ബോർഡിൽ ചെന്ന് കണക്ക് ചെയ്യാൻ ഇങ്ങനെ പോയി നിന്നെങ്കിലും എനിക്ക് കണക്ക് ചെയ്യാൻ പറ്റിയില്ല, കാരണം എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ സാർ എന്ത് ചെയ്തു, സാർ എന്നെ എന്നാലും ചെയ്യില്ല. അന്നത്തെ കാലത്ത് സാറ് പെൻസിൽ കൂട്ടിയിട്ട് എൻ്റെ കയ്യടിങ്ങനെ പിടിച്ചു. എന്നിട്ട് നല്ല തിരുമ്പ് തന്നുകൊണ്ട് എൻ്റെ ചെവി പറഞ്ഞു, മോനെ കണക്ക് പഠിക്കാതെ നിന്നെ വിടുന്ന പ്രശ്നമില്ല, കണക്ക് പഠിക്കാതെ നിന്നെ വിടുന്ന പ്രശ്നമില്ല. ഞാൻ പതുക്കെ കണക്കിനെ സ്നേഹിക്കാൻ തുടങ്ങി. ഈ സാറിനോടുള്ള സ്നേഹമുണ്ട്. ഈ സാർ അത്രമാത്രം എന്നെ ആകർഷിക്കരുത് പല വിധത്തിൽ. അവസാനം ഞാൻ SLC പാസ്സാകുമ്പോൾ എനിക്ക് കണക്ക് 80 ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ. മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി. സ്വർണ്ണ വ്യാപാര രംഗത്ത് 25 വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം. നവീന രീതിയിലുള്ള ഡിസൈനുകൾ, വിപുലമായ ശേഖരം, വിശ്വസ്തത. മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം. സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്.